കർണാടക സംസ്ഥാനത്തെ ബെൽഗാമിൽ ഈശോ സഭയുടെ കീഴിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രബോധനത്തിന്റെ ചുവടുപിടിച്ച് സ്ഥാപിതമായിരിക്കുന്ന കത്തോലിക്ക ദേവാലയത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. ദൈവം പറഞ്ഞു, നിങ്ങൾ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയോ അവയുടെ മുമ്പിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ അവ ഭവനത്തിൽ സൂക്ഷിക്കുകയോ ചെയ്യരുത്. എന്നാൽ ഈ സഭാപുരോഹിതർ പറയുന്നു, വിഗ്രഹാരാധനയാവാം, ഏതുതരം മൂർത്തിയിലൂടെയും ദൈവത്തെ ആരാധിക്കാം, വിഗ്രഹാരാധനയിലൂടെ ദൈവത്തിന്റെ ശക്തി അറിയാം. അതുപോലെ തന്നെ മൂർത്തി പൂജ എന്നെല്ലാം നമ്മൾ പറഞ്ഞ് പഴയ കാലത്ത് ഇത് ഒരു കീഴായി നോക്കുന്ന ഒരു അനുഭവമില്ലായിരുന്നു. എന്നാൽ ഈ മൂർത്തിയിൽ കൂടെ അനന്ത ദൈവത്തിന്റെ ശക്തിയാണ്. This we keep in the tabernacle. This is the body of Christ. After the Mass, whatever particles remain, we keep inside. And tomorrow also you can use this. And we really believe, all Catholics and all religion people, that Jesus is really present. God is really present. That's why we keep. This is the body of Christ. ഈ സിംബൽസിൽ കൂടെ നമ്മൾ കാണുന്നത് ദൈവത്തെയാണ്. ഇവിടെ പള്ളിയിൽ ലിംഗഭജനം, ആ ലിംഗായ ജനങ്ങൾ ആ ലിംഗത്തിൽ കൂടെ അവർ ദൈവത്തെ ദർശിക്കുക. ഈ നമ്മൾ പ്രവർത്തിക്കുന്ന ഈ ഏരിയയിൽ ലിംഗായത്തുകാരാണ് കൂടുതലുള്ളത്. അവർ ഈ പള്ളിയിൽ വരുന്നത് കൂടുതലായിട്ട് ലിംഗായത്തുകാരാണ്. സോ അവർക്ക് ആ ലിംഗം കാണുമ്പോൾ ആ ലിംഗത്തിൽ കൂടെ ദൈവത്തിന്റെ ഒരു ദർശനം അവർക്ക് ലഭിക്കുന്നു. നമ്മൾ ക്രിസ്ത്യൻസ് ആ ലിംഗത്തിന്റെ അവരുടെ ആ ഒരു കൾച്ചറിനെ നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ ടബർനാക്കിൾ ആ ലിംഗത്തിന്റെ രൂപത്തിലുണ്ടാക്കി അവിടെ നമ്മൾ ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കാം. ക്രിസ്തുവിന്റെ തിരുശരീരവും രക്തവും നമ്മൾ ആ ലിംഗത്തിന്റെ രൂപത്തിലുണ്ടാക്കിയിരിക്കുന്ന ആൾക്കാരെയും വെക്കുകയും. സോ ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇതുകൊണ്ട് ഈ ജനങ്ങൾക്ക് ഒരു പ്രത്യേകമായ ഒരു താല്പര്യം ഇവിടെ വരാനും പ്രാർത്ഥിക്കാനുള്ള ഒരു താല്പര്യം കൂടുതലായിട്ടുണ്ടാകും. സോ അതുകൊണ്ട് ആ ലിംഗം അത് ഈ ജനങ്ങളുടെ ഒരു മനസ്സിനെ കൂടുതൽ ആകർഷണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇത് ഈ ലിംഗത്തിന്റെ രൂപത്തിൽ നമ്മൾ ടബർനാക്കിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഫാദർ മെനീനോ ഗോൺസാൽവസ് എസ് ജെ, ഇദ്ദേഹമാണ് ഈ സ്ഥാപനത്തിന്റെ ഡയറക്ടർ. ഇദ്ദേഹത്തിന്റെ ഓഫീസ് മുറിയിലെ വിചിത്രമായ കാഴ്ചകൾ. ದೇಶನೂರಿನ ಗಡದ ಪಾರ್ಶ್ವ